കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ 62ാമത് നാടകമാണ് ശാകുന്തളം. ഏതാണ്ട് 2000 വർഷത്തെ പഴക്കമുണ്ട് അഭിജ്ഞാന ശാകുന്തളത്തിന് എന്നാണ് ഗവേഷകർ പറയുന്നത്. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉരുക്കി വാർത്തെടുത്ത ഒരു പെണ്ണിന്റെ ആത്മബോധത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ശാകുന്തളം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ശാകുന്തളം ചർച്ച ചെയ്യുന്നത്. വിശ്വമഹാകവി കാളിദാസന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി പുരസ്സരം കാളിദാസ കലാകേന്ദ്രം ഈ നാടകം സമർപ്പിക്കുന്നു. ശാകുന്തളം, ദ ലോസ്റ്റ് റിംഗ്. സാർത്ഥവാഹകരെ, നിങ്ങൾ ഇന്ദ്രലോകത്തേക്ക് മടങ്ങിക്കൊള്ളു. ഭൂമിയിലെ കൊടുംചൂട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. കടന്നു പോകുന്ന ഉഷ്ണ പുഷ്പതീർത്ഥ തടാകം, ഒരു തുള്ളി വെള്ളമില്ലാത്ത ഈ തടാകത്തിലാണോ ഞാൻ നീന്തി തുടിച്ച് കാമത്തിന്റെ ഓളങ്ങൾ സൃഷ്ടിക്കേണ്ടത്? ഒരു കാട്ടുപൂ പോലും പൂക്കാത്ത ഈ താഴ്വരയിലാണോ ഞാൻ ശൃംഗാരത്തിന്റെ നൃത്തച്ചൂടിൽ വെക്കേണ്ടത്? ഭയപ്പെടരുത്, ഇന്ദ്രരാജ്യം സ്വർഗം അപകടത്തിലാണ്. മഹോദയപുരത്തെ രാജാവായിരുന്ന കൗശികൻ എന്ന മനുഷ്യൻ ദേവന്മാരുടെ സ്വർഗരാജ്യം കീഴടക്കാനാണ് ഈ കൊടും തപസ് ചെയ്യുന്നത്. അത് വിജയിച്ചാൽ ക്ഷത്രിയൻ മഹർഷിയായാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ അധിപനാണ്. ആചാരങ്ങളും വിഗ്രഹങ്ങളും പൂജാവിധികളും വിശ്വാസങ്ങളും ചോദ്യം ചെയ്യണം. ഈ തപസ് മുടങ്ങണം. മേനക അതിന് നിമിത്തമാകണം. തോൽക്കരുത്. മേനകെ, ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിറവേറ്റുക. അഹം ബ്രഹ്മാസ്മി എന്ന് ഉരുവിടാനൊരുങ്ങുന്ന വിശ്വാമിത്രന്റെ തപസ് മുടക്കുക. എന്റെ രക്ഷയ്ക്ക് ആകാശത്ത് ഞാനുണ്ടാകും. അനുസരിക്കാം ദേവാ, അനുസരിക്കാം.
ശരി. അതിനിവിടം വറ്റി വരണ്ട് കിടക്കിയല്ലേ? ഇപ്പോഴോ? തടാകം ഋതുമതിയായിരിക്കുന്നു. വൃക്ഷ തലപ്പുകളിൽ യൗവനം പൂത്തുലയുന്നു. വിശ്വസിച്ചോട്ടെ, ഈ നാം ദേവലോക അപ്സരസായ മേനക തന്നെയാണിതെന്ന്. വിശ്വസിക്കാം. അന്ന് വിശ്വാമിത്രൻ ക്ഷത്രിയ ശൂരനേക്കാൾ ബ്രാഹ്മണ രേതസ്സാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ വിശ്വാമിത്ര തപസ്യോ നേരി ശപിക്കരുത്. 14 ലോകവും കീഴടക്കാനുള്ള അങ്ങയുടെ തപസ്സിനെ അടിയൻ അറിയാതെ ഭംഗം വരുത്തിയെങ്കിൽ മാപ്പാക്കണം. സ്വർഗത്തെക്കാൾ സുഖമോ ഭൂമി? സ്വർഗത്തിൽ മായാമോഹങ്ങളുടെ കണക്കണക്കുകളാണ് വിയർക്കാത്ത സ്വർഗം. പിണക്കം കഴിഞ്ഞ് ഇണങ്ങിണ ചേരാൻ കഴിയാത്ത സ്വർഗം. പേരിന് ഏറ്റുനോവില്ലാത്ത സ്വർഗം. അവിടെ ആരോ എഴുതിവെച്ച നിയമങ്ങൾക്കനുസരിച്ചാടുന്ന പാവകൾ മാത്രം. ഒന്ന് വിയർക്കാൻ, ഒന്ന് പിണങ്ങാൻ, ഒന്നിണ ചേരാൻ ഭൂമിയെക്കാളും വലിയ സ്വർഗം മറ്റെങ്ങുമില്ല മഹാത്മൻ. ഈ വിയർപ്പിന്റെ ഗന്ധം ഞാൻ എപ്പോഴൊക്കെയോ സ്വപ്നം കണ്ടിരുന്നു. എപ്പോഴൊക്കെയോ വിശ്വാമിത്ര മഹർഷി, നിങ്ങൾ ആ കാണുന്ന മരത്തണലിൽ വിശ്രമിച്ചോളൂ. വിശ്വാമിത്ര മഹർഷിക്ക് ഈ കണ്ണു താപസന്റെ നമസ്കാരം. നമസ്കാരം ആത്മബന്ധുവായ കർണമഹർഷേ. അങ്ങ് ഇവിടെ ഹസ്തിനപുരിയിലേക്ക്. എന്താണാവോ ആ സാമ്രാജ്യത്തിലെ വിശേഷം? ഹസ്തിനപുരിയിലെ ഇലൻ രാജാവിനും രനന്തരി രാജ്ഞിക്കും പിറന്ന സീമന്തപുത്രനെ നാളെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു.
നാം. എന്താണോ നമ്മുടെ യുവരാജാവിന്റെ പേര്? ദുഷ്യന്തൻ. ദുഷ്യന്തൻ, നല്ല പേര്. അനന്തരം നടക്കുന്ന യാഗാദി കർമ്മങ്ങൾക്കായുള്ള യാത്രയാണ്. അങ്ങയെ ക്ഷണിച്ചിട്ടുണ്ടാവും. ഓർമ്മയില്ല. ഓർമ്മയുണ്ടെങ്കിലും ചിലപ്പോൾ. ഇത് നമ്മുടെ പ്രാണപ്രയസി മേനക. വാർത്തകൾ കണ്വാശ്രമത്തിലെത്തി അല്ലേ മഹർഷേ? ഈ വിഷയമല്ലേ മഹർഷേ? അത് കാട്ടുതീ പോലെ പടരും. മേനകേ, ഇത് കണ്ണു മഹർഷി സ്വാത്വികനാണ്, നിസ്സനാണ്. ആയുസ്സിൽ ഇന്ന് വരെയും ആരെയും ശപിച്ചിട്ടില്ലാത്തവനാണ്. കണ്ണുമഹർഷിയുടെ അനുഗ്രഹം തേടിക്കൊള്ളൂ മഹർഷി. നാം തന്നെ അങ്ങയ്ക്കുള്ള ആദ്യത്തേക്കാൻ താരം കൊണ്ടുവരാം. അരുത്. കാര്യപടി ചെയ്യുള്ളവനെ പാപിയാക്കരുത്. ഇന്ദ്രസദസ്സിലെ അപ്സരസായ മേനകയായിരുന്നെങ്കിൽ അനുഗ്രഹിക്കാമായിരുന്നു, ആശീർവദിക്കാമായിരുന്നു. ഞാൻ അതേ മേനക തന്നെയാണ്. അല്ലല്ലോ, ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഓരോ ഗർഭപാത്രത്തിലും ഒരു പ്രപഞ്ചമുണ്ട് മഹതി. അതിൽ ജീവനെ വിരിയിക്കുന്നത് രണ്ടുപേരും, ഒന്ന് ദൈവവും മറ്റൊന്ന് പെണ്ണും. ഞാൻ അമ്മയെ പൂജിക്കുന്നു, അതുപോലെ പൂർണ്ണ ഗർഭിണിയായ ഭവതിയെയും, മേനകയല്ല. എനിക്ക് എന്തെങ്കിലും ഉപദേശം? ഉപദേശിക്കാൻ ഞാനാര്? ഋതുഭേദങ്ങളെ പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത ശിശു. എന്നാലും വെറും വാക്കായി കണ്ണുന്റെ ഒരു മൊഴി. വിശ്വാമിത്രനോട് കാര്യങ്ങൾ തുറന്നു പറയുക. എല്ലാ ഏറ്റുപറച്ചിലുകളും കേട്ട് കഴിഞ്ഞിട്ടും വിശ്വാമിത്രൻ നിന്നെ സ്വീകരിക്കുന്നെങ്കിൽ അതിന്റെ പേരാണ് പ്രണയം. അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇനി നമുക്ക് യാത്ര തുടരാം. ക്ഷമിക്കുക അഗ്നിത്രയങ്ങളെ, ക്ഷമിക്കുക ഉരുവിട്ട് ശീലിച്ച മന്ത്രങ്ങളെ, ക്ഷമിക്കുക സനാതന ധർമ്മങ്ങളെ. വിശ്വാമിത്രൻ ഒരച്ഛനാകാൻ പോകുന്നു. ഇഷ്ടപ്പെട്ട പെണ്ണ് പെറ്റിട്ട് കയ്യിൽ തരുന്ന സ്വന്തം കുഞ്ഞിന്റെ പേരാ പ്രണയം. കിടപ്പറയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസത്തിന്റെ പേരാ സുഖനിർവാണം. അതിനുമപ്പുറം മറ്റൊന്നില്ല, മറ്റൊന്നില്ല, മറ്റൊന്നില്ല. മേനകേ, വിശ്വസ്തരെ, എന്തിനാണ് കണ്ണുനീര്? നിന്റെ വയറ്റിൽ വളർന്ന നമ്മുടെ പ്രണയത്തെ അത് നോവിക്കും. ഞാൻ വിശ്വസ്തയല്ല. അല്ല അല്ല, കൊടും ചതിയുടെ മറ്റൊരു പര്യായമാ മേനക.
പാടില്ല. ഇന്ദ്രന്റെ സ്വർഗരാജ്യം കീഴടക്കാനൊരുങ്ങിയ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ വന്ന കുടിലതയുടെ പേരാ മേനക. നീ കളവ് പറയല്ലേ? കളവാണികളുടെ കളവിന് പ്രണയ പുരാണത്തോളം പഴക്കമുണ്ട്. ഈ വിശ്വാമിത്രന്റെ സ്നേഹം അളക്കാൻ നീ വെറുതെ അല്ല അല്ല, എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞാണ് സത്യം. ഞാൻ അങ്ങേ ചതിക്കാൻ നിയോഗിക്കപ്പെട്ടോളാം. ഇന്ദ്രന്റെ ചാരവനിത. എന്തിന് ഇത്രയും കാലം നീ നമ്മെ ആദ്യ സംഭോഗത്തിൽ തന്നെ അവസാനിച്ച നമ്മുടെ ബ്രഹ്മചര്യം ഈ നീണ്ട കാലയളവ് എന്തിന് 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 ചതിച്ച് മനോബലം തകർത്ത് തിരികെ ഇന്ദ്രലോകത്തേക്ക് പോകാൻ വന്നവൾ. പക്ഷേ അടുത്തപ്പോ ഞാനും ഒരു പെണ്ണല്ലേ, ഇഷ്ടപ്പെട്ടു പോയി. ക്ഷമിക്കില്ല, ക്ഷമിക്കാൻ കഴിയില്ല ഈ വിശ്വാമിത്രന്. നീ തകർത്തത് നമ്മുടെ മനോബലത്തെയാ. ചതിയുടെ വിഷമടിച്ച് നീ ഇണച്ചത് അഗ്നിയെ ഇതെന്നമായ നുരവിടുമ്പോൾ ആളിക്കത്തുന്ന നമ്മുടെ സന്യാസ ഹോമകുണ്ടത്തെയാ. ക്ഷമിക്കില്ല. വിശ്വാമിത്രൻ മേനകയെ നിഷ്കരുണം ഉപേക്ഷിക്കുന്നു. നിന്നെ നാം ഇപ്പോഴും അത്ഭുതം നമുക്ക് നിന്നെ ശപിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ്. പോ, കടലിൽ പോ, കടലിൽ പോകാം. അത്തിത്രയങ്ങളെ മാപ്പ്. മേനകേ, നിനക്ക് ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു വരാനുള്ള സമയമായി. ഞാൻ നൊണ്ടുപറ്റ കുഞ്ഞാ ദേവാ. ഭൂമിയിലെ ജഡങ്ങൾ ഭൂമിയിൽ ഉപേക്ഷിക്കണം. ഓർമ്മകൾ പോലും പറ്റില്ല, ഒരമ്മയ്ക്കും പറ്റില്ല. പറ്റണം. വിശ്വാമിത്രന്റെ തപസ് മുടക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ നാം നിയമിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ളതല്ല, സ്വർഗത്തിന്റെ നിയമങ്ങളിൽ പെടുന്നതല്ല. നാളെ ഇന്ദ്രസദസ്സിൽ നീ ചിലങ്ക കെട്ടി ആടണം. പെറ്റ് ചോര വാർന്നു തീരാത്ത ഈ അടിവയറും കൊണ്ടും പേറ്റ് നോവിലറിക്കറിഞ്ഞ് ഇടറിപ്പോയ ഈ ശബ്ദം കൊണ്ടും സ്വർഗരാജാവേ, അങ്ങയുടെ ഇന്ദ്രസദസ്സിലെ അതിഥികൾ കാമച്ചവയോടെ എന്റെ മുലത്തടങ്ങൾ കണ്ടുകൊണ്ട് പരതുമ്പോ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞിന്റെ ഭൂമിയിൽ നിന്നുള്ള അനാഥ വിലാപം കേൾക്കുമ്പോ ഇനിഞ്ഞിറങ്ങുന്ന എന്റെ മുലപ്പാൽ, ആ മുലപ്പാൽ ഇന്ദ്രസദസ്സിലെത്തി വീഴുമ്പോ ഞാൻ എങ്ങനെ ആടും? ഏത് രാഗത്തിൽ പാടും? ഞാനൊരു അമ്മയല്ലേ? ഇടിമിന്നലിന്റെ അധിപനാണ് ഞാൻ.
നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണം എങ്കിൽ അതിനെ അവിടെ വിട്ടിട്ട് എന്റെ വാക്ക് കേട്ട് തിരിച്ചു വരിക. ഞാൻ വരില്ല. ഞാൻ വരില്ല. ഞാൻ വരില്ല. സർവകാന്തമാത്മനം പശ്യതി തമാശ്രമം ലലാഭൂതം ശകുന്തളാമാധികൃത്യം ഭ്രമീ. ഹസ്തിനപുരിയിലെ രാജകൊട്ടാരത്തിന് മുകളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടാകും. കച്ചവടക്കാരുടെ വഴിമരുന്നുകൾ കലവയായി നടക്കുക. നമ്മുടെ ഈ അതിർത്തി ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ശത്രുക്കളുടെ പടയോട്ടം, മറുഭാഗത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം. മുഖം കാണിച്ച് പരാതി പറഞ്ഞിട്ടും ആരും ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വരും. ദുഷ്യന്ത ചക്രവർത്തി പ്രജാക്ഷേമ തൽപരനാണ്. അദ്ദേഹം വരും. ഈ വരത്തിനകത്ത്
കണ്ണോമാസ്റ്ററെ ആശ്രമമുള്ളതുകൊണ്ടാ ഇതിലൊക്കെ കാണണം. ശരിയാണ്, ഇവിടെ മാനുകളെ കൊന്നതുകൊണ്ടാ പുലിയും സിംഹവും എല്ലാം ഇവിടെ ചുറ്റിക്കിടക്കുന്നത്. ചന്ദ്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മൃഗയ വിനോദത്തിനെങ്കിലും ദുഷ്യന്ത ചക്രവർത്തി വരാതിരിക്കില്ല. ഒരു ഭാഗത്ത് നട്ട് നനച്ച് വളർത്തിയ വിളകളോട് കാറ്റിന്റെയും കർക്കിടക പെരുന്നാളുടെയും മത്സരം, മറുഭാഗത്ത് കാട്ടുജന്തുക്കളുടെ തേരോട്ടം. കുളത്തിൽ വെള്ളമെടുക്കാൻ പോയ 2 പെണ്ണുങ്ങളെയാ ആ നരഭോജി പുലി കടിച്ചെടുത്ത് കാട്ടിലേക്ക് കൊണ്ടുപോയത്. അയ്യോ 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 എവിടെയായിരുന്നു ഇത്രയും നേരം? വിശേഷങ്ങൾ പറയാൻ ഇനി സമയമുണ്ടല്ലോ മഹാരാജൻ. എടോ, എന്റെ സംഭ്രൂജ പൃഷ്ഠത്തിലേക്ക് അതിക്രമിച്ച് കയറിയ ഈ ലോപബാണത്തെ ഒരു ശ്രേഷ്ഠമാക്കിയ എന്ന് വെച്ചാൽ ചന്തയിൽ തറച്ചാമ്പ് വലിച്ചൂരി. എന്തായിട്ട് എനിക്ക് ഇവിടെ ആരെങ്കിലും തുണിയിലാൻ നിൽപ്പുണ്ടോ? ഓണന്റെ അസ്ഥാനത്തെ സാഹിത്യം കേട്ട് തിരിച്ചുപോയി. അസ്ഥാനത്ത് അമ്പ് തറച്ചാലും തമാശ കാണിക്കുന്നതാ നിങ്ങൾ വിദൂഷകന്മാർ. അതാണല്ലോ നാട്യശാസ്ത്രം. എന്റെ ചന്തയിൽ തറച്ച് ഈ അമ്പൊന്ന് വലിച്ചൂരി, എന്നിട്ട് മഞ്ഞളോ കാട്ടുവെള്ളോ തേച്ച് പിടിപ്പി. അമ്പോ ഞാൻ പാകത്തിൽ കൊണ്ടുവരാം. ഇതാരോ മനഃപൂർവ്വം ചെയ്തെന്ന എന്തൊരു ശങ്ക. ഇനി ഇതും അങ്ങയുടെ ഇഷ്ടവിനോദമായ മൃഗവേട്ടയിൽപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു. എന്റെ മൂന്നാമത്തെ ഭാര്യയുടെ അടുത്തുകൊണ്ട് ഇതെന്തിനാ? മൂന്നാമത്തെ ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാം. മഹാരാജൻ പറയും എന്തൊക്കെയുണ്ട് ചന്ദ്രവംശ സാമ്രാജ്യത്തിലെ ഈ പ്രദേശങ്ങളുടെ വാർത്തകൾ? അല്ലാതെ പിന്നെ ഞങ്ങൾ അനുഭവിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം അങ്ങ് നേരിട്ട് അനുഭവിച്ചതാണല്ലോ. പിന്നെ മടി വേണ്ട, പറഞ്ഞോളൂ. ചാരന്മാർ മുഖാന്തരം എന്തെങ്കിലും? അതെ, കർണവാശ്രമത്തിന് തെക്ക് ഗന്ധമാല വനത്തിന് വടക്ക് നൈസർഗി നദീതീരത്തെ പുൽമേടുകളിൽ കാലികളെ മേയ്ക്കാനെന്നും പറഞ്ഞ് ഗാന്ധാര ദേശത്ത് നിന്നും കുറച്ചു പേരെത്തിയിട്ടുണ്ട്. അവര് രാത്രി കാലങ്ങളിൽ വേഷം മാറി നമ്മുടെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നുമുണ്ട്. സൂചനകൾ ഹസ്തിനപുരിയിലും എത്തിയിട്ടുണ്ട്. പതിവിലധികം സൈന്യത്തെയും കൂട്ടി നാമേം മൃഗയാവിനോത്തിൽ ഇറങ്ങിത്തിരിച്ചത് അതും കൂടി കണക്കിലെടുത്താണ്. അതിലും വലിയൊരു വർത്തമാനം എനിക്ക് അങ്ങേ അറിയിക്കാനുണ്ട്. കോപിക്കില്ലെങ്കിൽ കോപിക്കാനോ? അതിർത്തിയിൽ താമസിക്കുന്ന നിങ്ങളുടെ രാജ്യസ്നേഹമാണ് ചന്ദ്രവംശ സാമ്രാജ്യത്തിന്റെ കരുത്തും കായബലവും. പശുവിൻ തോലിൽ ആയുധം രാജ്യം ഊർജ കൂട്ടുന്ന ആ വർഗത്തെ കാണാൻ അങ്ങയുടെ അനുജൻ പ്രവാസു വിളയ മഹാരാജാവ് പലതവണ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതെനിക്കറിയില്ല മഹാരാജൻ. രാജ്യകാര്യങ്ങളിൽ ഊഹങ്ങൾക്കും ഉപമകൾക്കും ഇടമില്ലല്ലോ. കഷ്ടം. അടുത്ത അവകാശി പ്രവാസ തന്നെയാണല്ലോ. അഭിഷേകത്തിൽ ഇരുത്താൻ നമുക്ക് മക്കൾ പോലും ഇല്ലല്ലോ രേവത. അപകടത്തിൽ ശബക്തിമാരുടെ എണ്ണം കൂടുന്നതല്ലാതെ അവിടെ അവരുടെ പള്ളപ്പിണക്കങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ മക്കളുടെ കൊഞ്ചലുകൾ ഉയരുന്നതിന് വരുന്നത് മഹാരാജൻ അവൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാകും. അതങ്ങനെ ആയിരിക്കട്ടെ മഹാരാജൻ. അധികാരം ജനങ്ങൾക്ക് തൊടലേകുന്ന വൃക്ഷമായിരിക്കണമെന്നുള്ള ചന്ദ്രവംശ സാമ്രാജ്യത്തിന്റെ ആപ്തവാക്യം നീണാൾ പോകട്ടെ.
എന്നെ കസ്തൂരപുരിയിലേക്ക് മടങ്ങാൻ അനുവദിക്കണം. തുമ്പിക്കൈ വെള്ളത്തിലാ ഒരൊഴുകിയത്. കാട്ടിൽ വിദൂഷണത്തെ കാര്യം എന്നെ കാണണമെന്ന് അതിയായ കൊതിയൊന്നും മരക്കൊമ്പിലെ വാനരന്മാരെ നോക്കി നിന്നാൽ മതി. കാട്ടിലെ കിഴങ്ങും കൊട്ടാരത്തിന് വിദൂഷകനും ഒന്നാണെന്നാണ് ആചാര്യമതം. കേട്ടിട്ടില്ലേ? അഞ്ചേ തോഴന്റെ ഒരു ഫലവും നമ്മെ പഠിച്ചിരിപ്പിക്കില്ല. എന്ത് പറ്റി തോഴ? എന്ത് വിഷാണോ ഈ മനസ്സിലേക്ക് കുത്തി നടക്കുന്നത്? മഹാരാജൻ ദൈവതനല്ല, ഞാനാ മക്കളില്ലാത്ത കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ആ ഇതാ തോഴന്റെ ഒരു കുഴപ്പം. മക്കളുണ്ടായാലും കുഴപ്പമാ. അതിന് ഞാനങ്ങോട്ട് അല്ലേ കസവിശേ, ദേവാലി, കരുവിലേ, മഞ്ഞേ. മഹാരാജൻ അടിയനും കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു സാധനം കിട്ടി. എന്റെ മാറിലെ ഈ മരപുരി ഒന്ന് അയച്ചു തരാമോ? തോന്നുന്നു അത് ഞാൻ കിട്ടിയതിന്റെ കുഴപ്പമല്ല തോഴി. നാടോറും നിന്റെ യമുനവാദിന്റെ പ്രതി. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടെണ്ണത്തിനും ഇന്ന് കണക്കിന് കിട്ടും.
വെച്ച മുളയേരി ഒരു മണി ഞാൻ തരില്ല. നീ നിന്റെ തെമ്മാടി കാണുകൊണ്ട് ഇവിടെ എങ്ങും വാ. ശകുന്തളയെ വിശക്കുന്നു, ശകുന്തളയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്താ പേടമാനി ഇങ്ങനെ തോച്ചു നോക്കുന്നത്? നീ ആ മഴയിൽ കണ്ണാടി നോക്കൂ. കാണുന്നില്ലേ നിനക്ക്? എന്താണ് ഈ പഞ്ചവർണ്ണ തത്തയ്ക്കും നിനക്കും തേന്മാവിൽ പടർന്നു കയറിയ ഈ വനജോത്സ്നയ്ക്കും മാലിന്യ നദിയിൽ പതിച്ചു നിന്നുന്ന ഈ പരമീനുകൾക്കും വെറുതെ തോന്നുന്നതാ ഞാൻ കണ്ണു താപസന്റെ ഓമന മകളാ. ഉടലും മനസ്സും അർദ്ധത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അടക്കി നിർത്താൻ മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ കണ്ണു മഹർഷി. മനസ്സിലായോ നുണയന്മാരെ? എന്നാലും ഒരു മോഹം, അതാരായിരിക്കും? മല്ലേശ്വരന്റെ വില്ലിനോടൊപ്പം ചില്ലിയിലത്തെ കൊണ്ട് എന്നെ തല്ലി കടന്നുപോയ ആ രൂപം ആരുടേതായിരിക്കും? നാളും ലേവിലേശയില്ലതോഴലേ അങ്ങേർക്ക്. ആശ്രമമതത്തെ കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ ഇടം കണ്ണുകളിൽ തുറിച്ചൊരു നോട്ടം. താഴ്ന്നു പോയി ശകുന്തളയുടെ മുഖം. എന്നാലും അത് ആരായിരിക്കും കൂട്ടരെ? ഇനി ഇവിടെ ആരോടെങ്കിലും ദുഷ്യന്ത കാമുകന് പ്രണയം തോന്നിയോ? എന്നോടാകാനും തരമില്ല. പിന്നെ ആരോട്? എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്വാശ്രമത്തിലെ ആ വൃദ്ധ താപസി. പ്രണയത്തിന് ചതി എന്ന് പര്യായം എഴുതിയ മേനകയുടെ മകളാണ് ഞാൻ. തൊഴി മണ്ണും പെണ്ണും ഒരുപോലെയാ. വരണ്ടു കിടന്നാലും വീണ വിത്തിനെ മുളപ്പിക്കാൻ ഒരു പുതുമഴ ധാരാളം. നിന്റെ അച്ഛൻ പോയത് നിനക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടെത്താനാ. വസന്തം മായുന്നതിന് മുൻപ് അവരിങ്ങെത്തും നിന്റെ സ്വയംവരത്തിന്. ആശ്രമ കണ്ടികയാണതേ ഉള്ളൂ. കുടുംബജീവിതമോ നിന്റെ വിധി. തൊഴിൽമാർ പറഞ്ഞു വരുന്നത് തൊഴിൽ ശകുന്തളെ നീ ഭാഗ്യവതിയ, ദുഷ്യന്തൻ ചക്രവർത്തിയ. ഒരു നോട്ടം മതി ആഗ്രഹിച്ചതൊക്കെയും കൈക്കുള്ളിലാക്കാൻ. എന്നിട്ടും നിന്റെ ഒരു വാക്കിന്, നിന്റെ ഒരു നോക്കിന് കാമുകൻ കാമുകിയുടെ അന്നടുത്ത് അനുഭവിക്കുന്ന പ്രണയത്തിന്റെ സുഗന്ധത്തിന് അനുഭൂതിക്ക് ആശ്രമ തപോവനത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളൊന്നുമില്ലല്ലോ. തപോവനത്തിൽ വന്യത എന്നൊരു വാക്കില്ല മഹാരാജൻ. പ്രിയമതേ, അനസൂയേ, ക്ഷമിക്കണം. പരമാശ്രമത്തിൽ ഇപ്പോ അച്ഛനില്ല, തീർത്ഥാടനത്തിന് പോയിരിക്കുക. ഇവിടെ കഴിഞ്ഞില്ല ചക്രവർത്തി സ്വീകരിക്കുവാൻ അനുവദിച്ചു. കൊണ്ടൽ വേണി ഒരു 2-4 അടി നടന്നതില്ലതിനു മുൻപ് കൊണ്ടു ദർഭമുന കാലിലെന്നു വെറുതെ
നടിച്ചു നിലകൊണ്ടുതേ ദുഷ്യന്തനെ തിരിച്ചറിയാൻ കഴിയുന്നു. മുകളിലേക്ക് അത് താഴെ എത്തുന്നതിനുള്ള അടിവണ്ണം നയിക്കുന്ന ജനകന്മാരുടെ ജലപ്പെട്ടവളല്ല. കണ്ണൂന്റെ ചിരവിദ്യകൾ ചില ഭൂമിയിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് മറക്കാം. അത്തരം ഒരു എന്നെ കാണിക്കുന്നു. കാത്തിരിക്കുന്ന അവസാനം സാദരയായി നമ്മൾ ഉണ്ടാവും. നല്ല പെണ്ണ വളക്കൂറുള്ള അടിക്കാറ്റിൽ വിളഞ്ഞ പോലെ സാഹിത്യ മരുന്ന് കൽപ്പിച്ചിട്ടുള്ള സാഹിത്യമൊക്കെ രാഘുവിനെ ഭയന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ചന്ദ്രബിംബം പോലുള്ള മുഖം, സൂര്യരഥത്തിലെ പച്ച കുതിരകളുടെ കുളമ്പലിയേറ്റ് പൊടിഞ്ഞു പോയ നക്ഷത്ര നിറം. തുളസി തീർത്ഥം മാത്രം കുടിച്ച് ശീലിച്ച ഈ മുസ്ലിം കുളിവെള്ളം കുടിപ്പിക്കുമോ ഈ കുമാർ? ഹസ്തിനപുരി ചക്രവർത്തി ദുഷ്യന്ത മഹാരാജാവിന്റെ അനുജൻ പ്രവാസിയുടെ രാജാവ് എഴുന്നള്ളുന്നു. ഇങ്ങനെ പോയാൽ ആശക്തകൾ ഉപചാര വാക്കുകളായിട്ട് മാറും. മനസ്സിലായല്ലേ? ധൈര്യമാകാം, പക്ഷെ ഇത്രയും അരുത് എന്നും. എന്റെ ദേശം ദുഷ്യന്തനും പടയാളികളും ഈ വരാന്റെ സംഭരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്രയ്ക്ക് ധൈര്യമായി. ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം. അറിയാം, ഒളിപ്പോരന്റെ അവസാനത്തെ വാക്കാണ് ഗാന്ധാര ദേശത്തെ പശുസംഹാരകരെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചതുരംഗ പലകയും പകിട 12 പയറ്റ് തെളിഞ്ഞവർ. വൈകാതെ എന്റെ ജ്യേഷ്ഠൻ ദുഷ്യന്തൻ മദ്യത്തിന്റെയും മദിരാശിയുടെയും നീലത്തടാകത്തിലെ സ്വർണ മത്സ്യമാകും. അല്ലെങ്കിൽ ആക്കി തീർക്കും ഈ പ്രവാസി. ഇവിടെ ഏതോ ഒരു കാട്ടുപെണ്ണുമായിട്ടാ രാജാവിന് ശിക്ഷിക്കണേന്ന് അറിഞ്ഞു. കണ്ണൂര് കാട് സമ്മാനിച്ച വളർത്തുമകൾ ശകുന്തള ഏതോ മുനി തടാകക്കരയിൽ മറ്റേതോ ആട്ടക്കാരിക്ക് വയറ്റിലുണ്ടാക്കിയപ്പോൾ പിറന്ന കല്യാണ സൗഗന്ധിക പൂവ്. ഞാനും കണ്ടിട്ടുണ്ട് 1-2 തവണ മാൻവേട്ടക്കിറങ്ങിയപ്പോ. ആ കണ്ണൂനെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ അടിക്കാട്ടിലെ കരിയിലകൾക്കിടയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയനെ ഞാൻ അവിടെ.
എന്റെ ജ്യേഷ്ഠൻ ദുഷ്യന്തൻ അറിയില്ലല്ലോ ഉപയോഗശേഷം വലിച്ചെറിയാൻ. അതും ഞാൻ അയാളെ പഠിപ്പിക്കുന്നുണ്ട്. തൽക്കാലം എന്റെ ജ്യേഷ്ഠൻ ദുഷ്യന്തൻ ആ കാട്ടിപ്പണ്ണിന്റെ അരഞ്ഞാണത്തിന് ചുറ്റും വട്ടം കറങ്ങട്ടെ. നല്ല ഇളംമാനിന്റെ ഇറച്ചി വിടുക. അങ്ങയുടെ ഇഷ്ടഭോജ്യം താമരയാ ഉണ്ടാക്കിയത്. ചക്രവർത്തി ഇല്ലാത്ത ഹസ്തിനപുരിയുടെ ഇളനാടിൽ വെച്ച് നമുക്ക് ഉപചാരങ്ങളുടെ കുറുക്ക് കഷായം ഉണ്ടാക്കണം. അങ്ങനെ 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 ഗാന്ധാര ദേശത്ത് നിന്ന് നിങ്ങളും വിന്ധ്യ പർവ്വതത്തിലെ ചുരമിറങ്ങി വരുന്ന രാക്ഷസ സമൂഹവും കടൽ കടന്നെത്തി വരുന്ന വെള്ളാരം കണ്ണുള്ള സൂചക ജാതകന്മാരും ഒന്നിച്ചിരമ്പിയെത്തും. ആ കൊട്ടാര വിപ്ലവത്തിൽ ഞാൻ ചക്രവർത്തിയാകും. ദുഷ്യന്തൻ ആയുസത്തി മരിക്കുമ്പോൾ എന്റെ ആസനം നരയ്ക്കാൻ തുടങ്ങും. പിന്നെ എനിക്ക് എന്തിനാ സിംഹാസനം? അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളും നിങ്ങളുടെ സംഘവും രാക്ഷസന്മാരെന്ന വ്യാജേന ചുറ്റുവട്ടത്തുമുള്ള സർവ്വ ആശ്രമങ്ങളും ആക്രമിക്കണം. പിന്നെ ചെറുക്കാൻ എന്റെ ജ്യേഷ്ഠൻ ദുഷ്യന്തനും പടയാളികളും ഈ വനാന്തരത്തിൽ തന്നെ സമ്പടിക്കും. മേമ്പൊടിക കാട്ടുപെണ്ണിനോടുള്ള കൊതയും. അന്നേരം കൊണ്ട് ദുഷ്യന്ത ചക്രവർത്തിയുടെ സിംഹാസനത്തിന്റെ അടിത്തറ ഞാൻ ആക്കിയിരിക്കും. ഇവിടെ പറഞ്ഞതൊക്കെ നീ കേട്ടോ? കേട്ടു. അതൊക്കെ ചക്രവർത്തിയോട് ചെന്ന് പറയുമോ? മതി. നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ദുഷ്യന്ത ചക്രവർത്തി ഈ ശവമെടുത്ത കാട്ടുതന്നെയാക്കൾ കിടന്നു നോക്കണം. അവറ്റ ഇന്നെങ്കിലും നല്ലൊരു ഭക്ഷണമാവും. തൽക്കാലം എന്റെ ജ്യേഷ്ഠൻ ദുഷ്യന്തൻ ആ കാട്ടുതേനിന്റെ നേർന്നു പറഞ്ഞ് രസിക്കട്ടെ. ഈ ഞാൻ ചക്രവർത്തിയെ കൊണ്ട് ഇട്ടരശു പറയിക്കാൻ പദ്ധതികൾ മെനയട്ടെ. മരിച്ച വിപ്ലവത്തിന്റെ ബാക്കി ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്ക്. നമ്മുടെ ദുഷ്യന്ത ചക്രവർത്തിക്ക് പട്ടമഹിഷിയായിട്ട് ഒരാളുണ്ട്. അതിനുശേഷം രണ്ടാമതായി ഇവിടെ എത്തിയ സപത്നിയാണ് മഗധ മഹാരാജാവിന്റെ സീമന്ത പുത്രിയായ ഈ ഹംസവതിക മഹാറാണി. അന്നും ഇന്നും ഈ ഹസ്തിനപുരിയുടെ ഭ്രമണവനങ്ങളിൽ ചന്ദ്രനുദിച്ചതുപോലുള്ള സൗന്ദര്യം സ്വർണ്ണ വരാമോ?
സേവകർക്ക് ദാനം നൽകുക. ദുഷ്യന്തന്റെ പെൺമോഹം ഈ സൗന്ദര്യത്തിന് മുന്നിൽ അവസാനിക്കുമെന്ന് പല കുറി കരുതിയതാണ്. അപ്പോഴേക്കും അന്തഃപുരത്തിലേക്ക് എത്തിയില്ലേ കവിളിൽ കറുത്ത മറുകുള്ളവളും കാക്കപ്പുള്ളും. സഹോദരമെന്ന് വൈദ്യന്മാർ ഊഴം വെച്ച് കാത്തിരിക്കുന്ന ദുഷ്യന്ത ചക്രവർത്തിയുടെ പട്ടമഹിഷോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാമന്ത രാജാക്കന്മാർ ഭയപ്പെട്ട് ദാനം നൽകിയ ദുഷ്യന്ത ചക്രവർത്തിയുടെ മറ്റ് സഭജ്ഞന്മാരോട് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. പക്ഷേ മഗധയിലെ ഈ മഹാറാണിയോട് എനിക്കത് പറയാം. കാരണം പറയുന്നത് അതേ അർത്ഥത്തിലെടുക്കുന്ന ബുദ്ധിമതിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്റെ ഈ സ്വന്തം ജ്യേഷ്ഠത്തി. ശകുന്തള അത്രയ്ക്ക് സുന്ദരിയാണ് എന്നൊക്കെ ചോദിച്ച ദുഷ്യന്ത ചക്രവർത്തിയുടെ ഈ ഇരിക്കുന്ന സപത്നി സ്വർണ്ണ വിഗ്രഹമാണെങ്കിൽ, അതായത് പൊന്നിൻ കുടമാണെങ്കിൽ, അത് കറുത്ത് കരുവാളിച്ച ഒരു കളിമൺ കുടമാണ്. അറിഞ്ഞു ആ കാട്ടുപെണ്ണ് ശകുന്തള അവൾക്ക് മുന്നേ 6 പെണ്ണുങ്ങൾ അനുഭവിച്ചതിനാണ് ദുഷ്യന്ത ചക്രവർത്തി ഊഴം വെച്ച് അന്തപുരത്തിൽ നരങ്ങുന്നവനാണെന്ന്. അതെനിക്കറിയില്ല. മാധവൻ വിദൂഷകരാണ് ഇപ്പൊ കൂടെ ഉള്ളത്. നിങ്ങൾ ആണുങ്ങൾ എന്താ പ്രവാസവും പെണ്ണുങ്ങളോട് ഇങ്ങനെ? ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് തേൻ നുകർന്നു പോകുന്ന വണ്ടുകളെ കണ്ടിട്ടും, ഗ്രീഷ്മത്തിൽ ദാഹം തന്നും വസന്തത്തിൽ പൂക്കൾ തന്നും ഭൂമിയെ പരീക്ഷിക്കുന്ന ഋതുഭേദങ്ങളെ കണ്ടിട്ടും നിങ്ങൾ ആണുങ്ങൾ എന്താ പ്രവാസവും പെണ്ണുങ്ങളോട് ഇങ്ങനെ? മതി പ്രവാസവും, മനസ്സിലാകുന്നുണ്ടല്ലോ. ജ്യേഷ്ഠത്തിയുടെ ഈ സങ്കടം കാണാൻ നേരത്തെ പ്രവാസവും നിന്റെ ആമേതാവിനെയും പറഞ്ഞതൊക്കെ നേടാ. നമ്മുടെ ദുഷ്യന്ത ചക്രവർത്തി ആരോ പിഴച്ചു പറ്റി കാട്ടിൽ പെറ്റിട്ട് ഉപേക്ഷിച്ചു പോയ ഒരു കാട്ടുപെണ്ണിനെ നമ്മുടെ ചന്ദ്രവംശ സാമ്രാജ്യത്തോട് കൂട്ടിക്കിട്ടാൻ ശ്രമിച്ച നമ്മുടെ പാരമ്പര്യം അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഓരോ സാമ്രാജ്യവും ഒടുങ്ങുന്നത് പെണ്ണിന്റെ കണ്ണീരും ശാപവും കൊണ്ടാണ്. അത് തന്നെയാണ് ചരിത്രവും. അത് ഈ ഹസ്തനപുരയുടെ അവസാനം വരെയും നീളും. സമ്മതിച്ചു. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് അല്പ അപകടത്തില. രാജസ്നേഹികളായ തീവ്രവാദികൾ കൊട്ടാരത്തിരിച്ചിട്ടും കലാപത്തിനൊടുങ്ങുന്നു. ഇങ്ങനെ പോയാൽ ഹസ്തനപുരി കാലം പറഞ്ഞ ഒരു കടങ്കഥയായിട്ട് മാറും. കൊന്നുകളഞ്ഞേക്ക്. ഊഴം വെച്ച് അന്തപുരത്തിൽ കയറി നിരങ്ങുന്ന ഒരു ചക്രവർത്തിയും ചരിത്രത്തിലുണ്ടാകരുത്. കൊല്ലരുത്, നമുക്ക് കൊല്ലാതെ കൊല്ലാം. സത്യം വ്രത ധർമ്മം ചര, സത്യം വ്രത ധർമ്മം ചര. പേടിക്കണ ജ്യേഷ്ഠത്തി, ആ വരുന്നത് നമ്മുടെ ബുദ്ധി കേന്ദ്രമാണ്. സത്യം ധർമ്മം ചര, സത്യം ധർമ്മം ചര, സത്യം ധർമ്മം ചര, സത്യം. ശാന്തരാകൂ, സംയമനം പാലിക്ക്. സത്യം വധ ധർമ്മം ധര. ഹംസവതിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. നോക്ക്, ഈ ചന്ദ്രവംശ സാമ്രാജ്യവും ഹസ്തനപുരിയും ഇന്ന് അപകടത്തിലാണ്. സൈന്യങ്ങൾക്ക് അലസത എന്ന മഹാവ്യാധി പടർന്നിരിക്കുന്നു. നാട്ടിലെങ്ങും കൊള്ളയും കൊള്ളിവെപ്പും സർവ്വസാധാരണമാകുന്നു. ഒരപകടം നടക്കുമ്പോൾ ഇതര രാജ്യം പോലും ആദ്യം സഹായത്തിന് വിളിക്കുന്നത് ആരെയാ? ദുഷ്യന്ത ചക്രവർത്തി. ആ ദുഷ്യന്ത ചക്രവർത്തി ഒരു കാട്ടുപഴത്തിന്റെ രുചി നോക്കിയിരുന്ന് കാലം കഴിക്കുന്നു. സത്യം വ്രത ധർമ്മം ചര, സത്യം വ്രത ധർമ്മം ചര, സത്യം വ്രത ധർമ്മം ചര, സത്യം വ്രത ധർമ്മം ചര. നമുക്ക് രാജ്യമാണ് വലുത്, രാജ്യസ്നേഹമാണ് വലുത്. പുരോഹിതരെ, വേണ്ടത് ചെയ്യുവാൻ കനിവുണ്ടാകണം. എന്നെ വിളിപ്പിച്ചത് നീ ഇവിടേക്ക് വരുന്ന വിവരം ജ്യേഷ്ഠനോ?
പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? പിന്നെ ഒന്ന് രണ്ട് മൂന്ന് എന്റെ 4ാമത്തെ ഭാര്യയ്ക്ക് 3ാമത്തെ കുട്ടി വയറ്റിലുള്ളപ്പോഴാ ഞാൻ ദുഷ്യന്ത ചക്രവർത്തിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഏതാ ഈ ഉണക്കക്കിളമ്പ്? രാജഗുരുവാ? എന്തിനാ? രാജഗുരു. പ്രണാമം ഗുരുവേ. ഗുരുവല്ല, ഗുരു. ഗുരുവേ. അന്നവർക്ക് 3 or 4 മാസം. എന്റെ കണക്കുകൾ ശരിയാണെങ്കിൽ ഇപ്പൊ അവൻ തെറ്റുക. വിദൂഷകനാണ് നീ. അതെ. നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഹംസവതിയോട് തുറന്നു പറയേ. തിരികെ വരുമെന്നെ കുടുംബം ബാക്കിയാണല്ലോ. സത്യം സത്യം പോലെ പറ. പറയൂ, എനിക്കത് കേൾക്കണം. ദുഷ്യന്ത ചക്രവർത്തിയും കാട്ടുപെണ്ണ് ശകുന്തളയും തമ്മിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. പറയൂ. പ്രവാസവും എത്രയും പെട്ടെന്ന് ദുഷ്യന്ത ചക്രവർത്തി മടക്കിക്കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എത്രയും പെട്ടെന്ന്. പ്രവാസു, അമ്മ മഹാറാണിയുടെ മഹാകാളി വ്രത പൂജ അവസാനിക്കാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം. അതെ, അന്ന് നടക്കുന്ന പൂജയിൽ ചക്രവർത്തിയടക്കം എല്ലാവരും പങ്കെടുക്കണം. പങ്കെടുത്തിരിക്കും. ആ കാരണം നല്ല അറിയിച്ചോളൂ. എങ്ങനെയെങ്കിലും ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. പിന്നെ വിളിച്ചുകൊണ്ട് പോവാൻ കാലം വരുമെന്നുള്ള പേര് വേണ്ട. പദ്ധതികൾ സമ്മതിക്കുന്നില്ല. അവിടുത്തെ ഭക്ഷണമോ ചുട്ട പഴം, ചുട്ട കിഴങ്ങ, ചുട്ട മാംസം. മാധവിയ, ഇത് വാജീകരണ സുരരസായനം. ഭാരവാഹിന്മാർ രഹസ്യമായി വാറ്റിയെടുത്തതാ. പിടിക്കുക. ഇത് അല്പാൽപമായി ചക്രവർത്തിയുടെ ഉള്ളിലെത്തണം. ഘോര മൃഗങ്ങളോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ചക്രവർത്തിയുടെ ആരോഗ്യത്തിനാണെന്ന് ധരിപ്പിക്കണം. ഇത് വല്ല വിഷവും മറ്റുമാണോ? പറഞ്ഞു കൊടുക്കണം. മാധവ്യ, ശയ്യാതലങ്ങളിൽ കരിനാഗങ്ങളെ പോലെ ഇടയാൻ സാക്ഷാൽ ദേവന്മാർ പോലും ഉപയോഗിക്കുന്ന കാമവർദ്ധിനി രസായനം. ഒരിക്കൽ ഇതിന്റെ രുചിയറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ജീവാമൃതം. അങ്ങനെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതേതാ സ്ഥലമെന്നറിയോ? അക്ഷരസ്സുകൾ നീരാട്ടിനിറങ്ങുന്നു പുഷ്പതീർത്ഥ തടാകം. ഇതാർക്കറിയാൻ പാടില്ലാത്തത്? അല്ലാതെ മറ്റെന്തെങ്കിലും അറിയോ? അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അടിയൻ. ഇവിടെ വെച്ചാണ് വിശ്വാമിത്ര മഹർഷിയും സ്വർലോക നർത്തിയായ മേനകയും ആദ്യമായി കണ്ടുമുട്ടുന്നത്, ഒന്നിക്കുന്നത്. നമ്മുടെ പ്രാണപ്രേയസി ശകുന്തള ജനിക്കുന്നത്. അങ്ങനെ വരട്ടെ. പക്ഷേ അറ്റിയൊരു സംശയം. ഈ വിശ്വാമിത്രനാണോ മേനകയുടെ ആദ്യം പ്രണയിച്ച ഈ പ്രകൃതിയാണോ മേനകയുമായി ആദ്യം സഹിച്ചത്? അല്ല, ഈ പ്രകൃതി ഭംഗി അപ്പാട് വേർന്ന് കിട്ടിയിരിക്കുന്നു അങ്ങയുടെ പ്രാണപ്രേയസിക്ക് ശകുന്തളയ്ക്ക്. സത്യം, ഹസ്തിനപുരിയിൽ സകല ആഡംബരങ്ങളോട് വിട പറഞ്ഞ് നമ്മെ കാട്ടിൽ തളച്ചിട്ടിരിക്കുന്നത് ആ സൗന്ദര്യമല്ലാതെ മറ്റെന്താണ്? അത് ശരിയാണ്. പക്ഷേ അങ്ങക്ക് ഇപ്പം ക്ഷീണം. ശകുന്തള എന്തു പെണ്ണാണ്. ഈ തൽപ്പം സേവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഊർജ്ജസ്വലതയുണ്ടാവും. അങ്ങക്കൽപ്പം പ്രായാധിക്യമുണ്ടെന്നാണ് ജനസംസാരം. ജനങ്ങള് ഇത് സേവിച്ചു കഴിഞ്ഞാൽ
നിത്യയൗവനം തിരിച്ചു കിട്ടും. ഇനിയിപ്പോ ഇത് വേണോ? വേണം. ഇന്നലെ രാത്രി ശകുന്തളയോർത്ത് വള്ളിക്കുള്ളിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്നപ്പോ ഞാനാ അങ്ങക്ക് ഈ വീരരസായനം തന്നു. ഫലമോ അല്പസമയത്തിനകം സുഖനിദ്രയിലാണ്. ഉറക്കത്തിൽ സുന്ദര സ്വപ്നങ്ങൾ കണ്ടു, പുഞ്ചിരിച്ചു, സന്തോഷിച്ചു. കുടിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ, കുടിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. ഇതെവിടുന്നായി പൂമാല? കാളി ക്ഷേത്രത്തിൽ പൂജിച്ചതാ. അങ്ങക്ക് തരാൻ രാജഗുരു തന്നിട്ടതാ. അതെ. വിളിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. ഇനി അടിയൻ ആ രഥത്തിനടുത്തുണ്ടാവും. വിശ്വാമിത്രനും മേനകയും പോലെ, പ്രശാന്തളനും ശകുന്തളയെ പോലെ, ക്രൗഞ്ച മിഥുനങ്ങളെ പോലെ പ്രണയ സല്ലാപങ്ങളുടെ മഹാകാവ്യം രചിച്ചാട്ടെ. അങ്ങ് വിളിച്ചാട്ടെ, അധികം നന്നാട്ടെ, അധികം വിളിച്ചോട്ടെ. ഇതുവഴി എന്റെ അമ്മയും ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടാവും അല്ലേ നാഥ? അങ്ങേ പോലെ എന്റെ അച്ഛൻ വിശ്വാമിത്രനും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവും അല്ലേ ആര്യപുത്ര? ഒരാഗ്രഹമായിരുന്നു എന്നെ ഉപേക്ഷിച്ച ഇടം ഒരിക്കലെങ്കിലും കാണണമെന്ന്. വായുവേഗത്തിലോടുന്ന അങ്ങയുടെ രഥത്തിനോടും അത് വലിച്ചോടുന്ന കറുത്ത കുതിരകളോടും പേരറിയാത്ത അങ്ങയുടെ സാരഥിയോടും എല്ലാവരോടും നന്ദിയുണ്ട്. നന്ദി വാക്കുകൾ എന്തിന്? ഉടലഭിഷേകം നടത്താൻ ആയിരങ്ങളുണ്ട് ദുഷ്യന്തന് അന്തഃപുരത്തിലും പ്രമദവനത്തിലും. ഞാനെന്തിന് നിന്റെ പിന്നാലെയെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവളെ. ചില പ്രണയങ്ങൾ അവസാനം ആരംഭിക്കണം, ചില കണ്ടെത്തലുകൾ ഒടുക്കത്തേതാവും. ഒരു നല്ല കവിയാണ് പ്രിയ. അക്ഷരങ്ങൾക്കിടയിൽ, ഭാഷകൾക്കിടയിൽ ഭ്രാന്തിന്റെ മഹാമൗനം തിരയുന്ന അകത്താരുകൾ പുറത്താരും എന്ന് ഉറപ്പിച്ച് പറയാൻ അറിയാത്ത ആരോ ഒരാൾ നമ്മുടെ പ്രണയകാവ്യം നാരായത്വം കൊണ്ട് എഴുതി വയ്ക്കാതിരിക്കില്ല. ഈ പ്രണയകാവ്യത്തിലെ നായിക എൻ്റെ ശകുന്തള മാത്രമായിരിക്കും. ഇത്രയും ഞാൻ അറിയിക്കുന്നുണ്ടോ നാഥ? ഉണ്ട്. വിധി ഈ കരയിലെക്കാട്ടിൽ ഉപേക്ഷിച്ചവളാണ് നീ. എന്നിട്ടും നിന്റെ ഒരു വാക്കിന്, നോക്കിന്, സ്പർശനത്തിന് കാത്തിരിക്കുന്നത് ചന്ദ്രവംശ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്, ചക്രവർത്തി ദുഷ്യന്തൻ. നിന്റെ ആരാധകനാണ്. അരുത്, ഞാൻ ആശ്രമ കന്യകയാണ്. ശുഭമുഹൂർത്തം. ഹസ്തനപുരിയുടെ ചക്രവർത്തിയായ ദുഷ്യന്ത മഹാരാജാവ് കണ്ണമഹർഷിയുടെ വളർത്തുപുത്രിയായ ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യും.